അല്ല, നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടെ മനസ്സിലായത് 2 ദിവസം കൊണ്ട് പ്രഖ്യാപനം വരുന്നതാണ്. അപ്പോൾ പ്രഖ്യാപനം വരട്ടെ. അതായത് ഈ വേവുകോളം കാത്തിരുന്നാൽ ആറുകോളം കാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഏതായാലും തീരുമാനം വരട്ടെ. അത് ഇന്നലെയാണല്ലോ ഹൈക്കമാൻഡ് വിളിച്ചത്. പിന്നെ എങ്ങനെ അതല്ലാതെ പിന്നെ എങ്ങനെ ഒരുമിച്ചിരിക്കും? അതിപ്പോൾ അവരോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. ഇത് ഹൈക്കമാൻഡ് വിളിക്കുമ്പോൾ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ പോകും, കാര്യങ്ങൾ അവതരിപ്പിക്കും, അതിനുശേഷം ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഇതൊക്കെ ഒരു പാർട്ടി പ്രൊസീജിയറല്ലേ. അത് ഇന്ന രീതിയിൽ ചെയ്യണം നമുക്ക് ആജ്ഞാപിക്കാൻ പറ്റും. പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള വഴികളുണ്ട്, ആ വഴിയിലൂടെ കാര്യങ്ങൾ പോകും. അതനുസരിച്ച് തന്നെയാണ് ഇന്നലെ ചർച്ച നടന്നതും തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അല്ല, 2011 അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരികയല്ലേ. പഴയ തലമുറ മുഴുവനായിട്ട് മാറി പുതിയ തലമുറ വരുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. പഴയൊരു സെറ്റ് മുഴുവൻ അങ്ങ് മാറുകയല്ലേ. കെ കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടി ആൻ്റണിയുടെ കാലത്തൊന്നും തർക്കങ്ങളില്ലാതെ അന്ന് അവർക്ക് അന്നത്തെ ലീഡർഷിപ്പാണ്. ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നു. പുതിയ ആൾക്കാർ വരുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കോൺഗ്രസ്സിലുണ്ട്. അതിനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. നേരത്തെ വല്ലതും പറഞ്ഞു കാണും. ഇപ്പോൾ ഏതായാലും 24 മണിക്കൂറിനുള്ളിൽ വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കാൻ സാധ്യത. മാറ്റമൊന്നും കുറച്ചില്ല. ഇതൊക്കെ പതിവാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണ സംഭവമാണ്. അല്ല, അതിപ്പോൾ തീരുമാനം വരട്ടെ. തീരുമാനം എന്ത് വന്നാലും അത് ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ അത് ഒരു കോൺഗ്രസ്സുകാരൻ്റെ ചുമതലയാണ്. അല്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. വീണ്ടും തേടിയാൽ എൻ്റെ അഭിപ്രായത്തിനൊന്നു തന്നെയുള്ളൂ. എനിക്ക് അതേ അഭിപ്രായം തന്നെയാണ്. മുമ്പ് ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ പറഞ്ഞ അതേ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുത്താൽ ഞാൻ അത് അംഗീകരിക്കും. ഏതായാലും തീരുമാനം വന്നില്ലല്ലോ. തീരുമാനം വരട്ടെ, വരുന്നവരെ കാത്തിരിക്കുക.